ഹായ് ഓൾ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തൊട്ട് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ HSA അതുപോലെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് സെർച്ച് ഫോർ എക്സാമിനേഷൻ, ഈ രണ്ട് എക്സാംസിനും നമുക്ക് ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ്. അതുപോലെ തന്നെ ഫിസിക്സ് ഗ്രാജുവേറ്റ്സിനും കെമിസ്ട്രി ഗ്രാജുവേറ്റ്സിനും ഒരുപോലെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സാമും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ കെമിസ്ട്രി എന്നുള്ള പോർഷൻസ് ആയിക്കോട്ടെ, ഫിസിക്സിൽ നിന്നുള്ള പോർഷൻസ് ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ഒരു നോർമലി കെമിസ്ട്രിക്കാർക്ക് മാത്രം നടത്തുന്ന ഒരു എക്സാം അല്ലെങ്കിൽ ഫിസിക്സുകാർക്ക് മാത്രം നടത്തുന്ന ഒരു എക്സാമിനെ വെച്ചിട്ട് നോക്കുമ്പം അത്രത്തോളം അങ്ങ് ഡിഫിക്കൽട്ട് അല്ല. എങ്കിലും പോലും കെമിസ്ട്രിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് കുറച്ച് ടഫായിരിക്കും, ഫിസിക്സുകാരെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി കുറച്ച് ടഫായിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് രണ്ടും വേണം. എക്സാം നമുക്ക് നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഒരുപോലെ അത്യാവശ്യം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ടും പറ്റുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ള ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് സെർച്ചർ എക്സാമിനേഷനും അതുപോലെ തന്നെ HSAക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് ആയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് PSC നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിഗ്രി ലെവലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കെമിസ്ട്രി പല എക്സാംസിന്, ഇപ്പം സാനിറ്ററി കെമിസ്ട്രിൻ്റെ ഉണ്ട്, ലബോറട്ടറി അസിസ്റ്റൻ്റ് ഉണ്ട്, ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ, അങ്ങനെ പലതരത്തിലുള്ള എക്സാംസ് നമ്മുടെ കെമിസ്ട്രി ഗ്രാജുവേറ്റ്സിനായിട്ട് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മുടെ ഒരു ഡിഗ്രി ലെവലിൽ നടന്നിട്ടുള്ള എക്സാംസിൻ്റെ ലാസ്റ്റ് ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും നമുക്ക് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടും അതുപോലെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ഒരു സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വരാനുള്ള നമ്മുടെ ഫിംഗർ പ്രിൻ്റ് സെർച്ചർ എക്സാമിനേഷൻ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ HSAക്ക് ആയിക്കോട്ടെ, അതിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. കാരണം ഇപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും, പല ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതുപോലെ എടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുന്നേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം മുന്നേ ചോദിച്ചിട്ടുള്ള പല എക്സാംസിനും PSC നടത്തിയിട്ടുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണ് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. ഏതൊക്കെ രീതിയിൽ നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം, അതുപോലെ മുന്നേ ചോദിച്ച ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇഫക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സീരീസാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കെമിസ്ട്രിയുടെ പല എക്സാംസിന് PSC നടത്തിയിട്ടുള്ള പല എക്സാംസിന് ലാസ്റ്റ് ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും PSC ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫിംഗർ പ്രിൻറ്റിനും HSAക്കും ഒരുപോലെ ആവശ്യം വരുന്നതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇംഗ്ലീഷിലും പറയുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മലയാളം വേർഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: Which of the following molecule has the highest value of percentage S character for the central atom? ഇവിടെ 4 സ്പീഷീസുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഏത് തന്മാത്രയിലാണ് സെൻട്രൽ ആറ്റത്തിന്റെ S% ഏറ്റവും ഉയർന്ന മൂല്യമുള്ളത്? ഓക്കെ, S% ഏറ്റവും കൂടുതലുള്ളത് അല്ലെ, S%ന്റെ മൂല്യം ഏറ്റവും ഉയർന്നതായിട്ടുള്ള സ്പീഷീസ് തന്മാത്ര ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. 4 സ്പീഷീസുകൾ തന്നിട്ടുണ്ട്: XeO3, SF6, BeF2, SF4. ഇങ്ങനെ 4 സ്പീഷീസുകൾ തന്നിട്ട് S ക്യാരക്ടർ ഏറ്റവും കൂടുതലുള്ള സ്പീഷീസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പല എക്സാംസിനും ചോദിച്ച് കണ്ടുവരുന്നവരാണ്. ഇപ്പോൾ ഒരു കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഊഹമുണ്ട് ഏത് രീതിയിൽ ഇത് ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഫിസിക്സുകാർക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടത്തില്ലയോ, 4 ഡിഫറെൻറ്റ് സ്പീഷീസ് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് പഠിച്ചു വെച്ചിരുന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമുക്കിവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ 4 സ്പീഷീസിലും S ക്യാരക്ടർ എവിടെയാണ് കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ S ക്യാരക്ടർ എവിടെ കൂടുതൽ എവിടെ കുറവ് എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഓരോ സ്പീഷീസിൻ്റെയും ഹൈബ്രിഡൈസേഷൻ നമുക്ക് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഓരോന്നിൻ്റെയും ഹൈബ്രിഡൈസേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് S ക്യാരക്ടർ എവിടെയാണ് ഏറ്റവും കൂടുതൽ എവിടെയാണ് ഏറ്റവും കുറവ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, നമുക്ക് പല ഹൈബ്രിഡൈസേഷൻസ് നമുക്കറിയാം. SP ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, SP2 ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, SP3 ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, SP3D ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, SP3D2 ഹൈബ്രിഡൈസേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ ഇടത്തും S-ന്റെ പെർസെൻറ്റേജ് സെയിം ആണോ? നോക്കിക്കേ, SP ആവുമ്പോഴത്തേന്
നമുക്ക് പറയാം 50% എസ്, 50% പി ക്യാരക്ടർ. sp2 ആവുമ്പോഴോ 1/3% എസ് ക്യാരക്ടറും 2/3% പി ക്യാരക്ടറും. ഓക്കെ, ഇനി sp3 ആവുമ്പോഴോ 25% എസ് ക്യാരക്ടറും 75% പി ക്യാരക്ടറും. അങ്ങനെ ഓരോ ഹൈബ്രിഡൈസേഷൻസും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എസിൻ്റെയും പിയുടെയും ഒക്കെ പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എസ് ക്യാരക്ടർ കാണിക്കുന്നത് ഏത് ഹൈബ്രിഡൈസേഷനിലാണ്, ഏതിലാണ്? ഈ 4-5 എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എസ് പി എടുക്കുമ്പോഴാണ് 50% എസും 50% പി ക്യാരക്ടറും കാണിക്കുന്നത്. അപ്പോൾ എസ് ക്യാരക്ടർ ഏറ്റവും കൂടുതലുള്ളത് ഏത് ഹൈബ്രിഡൈസേഷനിലാണ്? എസ് പി. ദെൻ ഈ വരുന്ന രീതിയിൽ ഇങ്ങനെ എസ് ക്യാരക്ടർ കുറഞ്ഞുകൊണ്ട് വരും. ഏറ്റവും കൂടുതൽ എസ് പി, ദെൻ sp2, ദെൻ sp3, ദെൻ sp3d ആൻഡ് ദെൻ sp3d2. ഇങ്ങനെ കുറഞ്ഞു വരും എസ് ക്യാരക്ടർ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് വേണം? ഇവിടെ നമുക്ക് 4 സ്പീഷീസുകൾ അവർ തന്നിട്ടുണ്ട്. അപ്പം ഈ 4 സ്പീഷീസുകളുടെയും ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഉദ്ദേശം. എന്നിട്ട് മാത്രമേ നമുക്ക് ആർക്കാണ് എസ് ക്യാരക്ടർ കൂടുതൽ, ആർക്കാണ് കുറവ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇനി നമ്മൾ അറിയേണ്ടത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു സ്പീഷീസ് തന്നു കഴിഞ്ഞാൽ അവരുടെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുള്ള ഒരു മാർഗ്ഗമാണ് ഇനി പറയുന്നത്. നമ്മൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം പ്ലസ് നമ്പർ ഓഫ് മോണോ അറ്റോമിക് സ്പീഷീസ് സറൗണ്ടിങ് ഇറ്റ്. എന്താ ചെയ്യേണ്ടത്? ആദ്യം സെൻട്രൽ ആറ്റം ഏതാണോ ആ സെൻട്രൽ ആറ്റത്തിൻ്റെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുക. ദെൻ അതിനുശേഷം അതിനോടൊപ്പം എന്തിനെ കൂട്ടുക? ആ സെൻട്രൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്ത് ചുറ്റി എത്ര മോണോ അറ്റോമിക് സ്പീഷീസുകൾ ഉണ്ടോ അവരെ കൗണ്ട് ചെയ്ത് ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വഴി നമുക്ക് ആരുടെയും ഏതൊരു സ്പീഷീസിൻ്റെയും ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം. ഇപ്പം നമുക്ക് ഓരോ എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒന്നാമത് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള XeO3 ആണ്. ഓക്കെ, XeO3ക്കകത്ത് സെൻട്രൽ ആറ്റം ആയിട്ട് വന്നിട്ടുള്ളത് ക്സീനോൺ ആണ്. ക്സീനോണിൻ്റെ കേസിൽ ഓർത്തിരിക്കുക 18ാമത്തെ ഗ്രൂപ്പ് മെമ്പർ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദി സെൻട്രൽ ആറ്റം എത്രയായിരിക്കും? 18ാമത്തെ ഗ്രൂപ്പിലുള്ളവരുടെ വാലൻസ് ഇലക്ട്രോൺസ് 8 ആയിരിക്കും അല്ലേ. അപ്പം 8 പ്ലസ് മോണോറ്റോമിക് സ്പീഷീസ് എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്സിജൻ ഡയറ്റോമിക് സ്പീഷീസ് ആണ് അല്ലേ. നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഇക്വേഷനകത്ത് എന്താ? നമ്പർ ഓഫ് മോണോ അറ്റോമിക് സ്പീഷീസ് സറൗണ്ടിങ് ദ സെൻട്രൽ ആറ്റം ആണ് വേണ്ടുന്നത്. ഇവിടെ മോണോ അറ്റോമിക് സ്പീഷീസ് വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്സിജൻ ഈസ് ഡയറ്റോമിക്. അപ്പം 0. ദെൻ ഡിവൈഡഡ് ബൈ 2. അപ്പം എന്ത് വേണം? 8/2 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? 4 കിട്ടി. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് ഇങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല വാല്യൂസ് കിട്ടാം. 2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. ഓക്കെ, 2 കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP ആയിരിക്കും. 3 ആണ് എന്നുണ്ടെങ്കിൽ sp2, 4 ആണ് എന്നുണ്ടെങ്കിൽ sp3, 5 ആണ് എന്നുണ്ടെങ്കിൽ sp3d ആൻഡ് 6 ആണ് എന്നുണ്ടെങ്കിൽ sp3d2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതാ? 4 ആണെങ്കിൽ ഏതാ ഹൈബ്രിഡൈസേഷൻ? sp3. ഓക്കെ, അപ്പോൾ XeO3യുടെ കേസിൽ അവരുടെ ഹൈബ്രിഡൈസേഷൻ നമുക്ക് കിട്ടി. എത്രയാണ്? sp3 ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ഓപ്ഷനകത്ത് SF6 ആണ്. ഓക്കെ, ഇനി എന്ത് വേണം? ഇവരുടെ കേസിൽ നമുക്ക് ആ VSEP നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ സൾഫർ ആണ് സെൻട്രൽ ആറ്റം. സൾഫർ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഫാമിലി, ഓക്സിജന്റെ തൊട്ട് താഴെ വരുന്ന ആളാണ് സൾഫർ. അപ്പോൾ ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണോ അത്രയും തന്നെ ആയിരിക്കുമല്ലോ സൾഫറിന്റെ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ 2, 6 എന്നാണ് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 6. അത് തന്നെയാണ് ഓക്സിജന്റെ തൊട്ട് താഴെ വരുന്ന സൾഫറിന്റെ. അപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? 6 പ്ലസ് ഫ്ലൂറിന് എത്ര എണ്ണം ഉണ്ട്? 6 ഫ്ലൂറിനുണ്ട് അല്ലേ. അപ്പോൾ 6 പ്ലസ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് മോണോറ്റോമിക് ആണ്. നമുക്ക് മോണോറ്റോമിക്കിനെ എല്ലാം കൗണ്ട് ചെയ്യണം. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്നൊക്കെ പറയുന്നത് എല്ലാവരും മോണോറ്റോമിക് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫ്ലൂറിൻ 6 എണ്ണം ഉണ്ട്. സോ 6 കൊടുക്കാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. അപ്പം 6 പ്ലസ് 6 12. 12/2 എത്ര കിട്ടി? 6 വരികയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3d2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ആളെ നോക്കാം. മൂന്നാമത്തെ ആള് BeF2. ഓക്കെ, BeF2
ഇവിടെ ബെർലിയമാണ് സെൻട്രൽ ആറ്റം ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. ബെർലിയത്തിന്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ? 4 അല്ലേ അറ്റോമിക് നമ്പർ. അപ്പൊ 2 2. വാലൻസ് ഇലക്ട്രോൺസ് എത്ര വന്നു? 2 എന്ന് വന്നു. ഓക്കെ, അപ്പൊ വാലൻസ് ഇലക്ട്രോൺസ് 2 പ്ലസ് നമ്പർ ഓഫ് മോണോ അറ്റോമിക് സ്പീഷീസ്. എത്ര മോണോ അറ്റോമിക് സ്പീഷീസ് ഉണ്ട്? 2 ഫ്ലൂറിൻ ആറ്റംസ് അല്ലേ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ നമ്പർ ഓഫ് മോണോ അറ്റോമിക് സ്പീഷീസ് 2. ദെൻ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 4/2 ഈക്വൽ ടു 2 എന്ന് വന്നു. ഇപ്പൊ 2 വന്നു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, 2 വന്നു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ ഈസ് sp ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ദെൻ ഇനി നാലാമത്തെ നോക്കാം. നാലാമത്തെ ഓപ്ഷൻ SF4 ആണ്. ഓക്കെ, സൾഫറിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 6. ഇനി മോണോറ്റോമിക് സ്പീഷീസ് അതിനെ സറൗണ്ട് ചെയ്ത് എത്ര എണ്ണം ഉണ്ട്? 4 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട് അല്ലേ. അപ്പം മോണോറ്റോമിക് സ്പീഷീസിന് 4 കൊടുക്കുക, ഡിവൈഡഡ് ബൈ 2. എത്ര കിട്ടി? 10/2 ഈക്വൽ ടു 5. 5 വരുവാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3d. അപ്പം നമുക്ക് 4 പേരുടെയും ഹൈബ്രിഡൈസേഷൻ കിട്ടി. XeO3യുടെ ഹൈബ്രിഡൈസേഷൻ കിട്ടി നമുക്ക് sp3, SF6ന്റെ കിട്ടി sp3d2 ആൻഡ് BeF2ന്റെ കിട്ടി sp ആൻഡ് SF4ന്റെ കിട്ടി sp3d. ഇനി നമ്മളോട് ചോദിച്ചത് S% ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു sp ഹൈബ്രിഡൈസേഷനിലാണ് S 50%, p 50%. അപ്പൊ S ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ S പെർസെൻറ്റേജ് ഏറ്റവും ഉയർന്ന മൂല്യം കാണിക്കുന്നത് എവിടെയാണ്? ഏത് ഹൈബ്രിഡൈസേഷനിലാണ്? sp ഹൈബ്രിഡൈസേഷനിലാണ്. അപ്പൊ ഇവിടെ sp ഹൈബ്രിഡൈസേഷനിലുള്ള ആളാരാണ്? BeF2 ആണ്. ഓപ്ഷൻ സി ആണ്. സോ ഏറ്റവും ഉയർന്ന S പെർസെൻറ്റേജ് കാണിക്കുന്ന സ്പീഷീസ് ഏതാണ്? BeF2 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് ഈ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ S ക്യാരക്ടർ ഏറ്റവും ഉയർന്നത് ഏതിലാണ്? SP-യിലാണ്. ദെൻ SP2, SP3, SP3d, SP3d2. ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് 2, 3, 4, 5, 6 കിട്ടുന്ന വാല്യൂ അനുസരിച്ച് SP ആണോ SP2 ആണോ SP3 ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാം. ദെൻ അതിൽ നിന്ന് നമുക്ക് ഫൈനൽ ആൻസറിലോട്ടും പോകാൻ പറ്റും. ഓക്കെ ആണേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഇതും നമ്മുടെ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കിക്കേ, ദ സെറ്റ് റെപ്രസെൻറ്റിംഗ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി. എന്താണ് തന്നിരിക്കുന്നവയിൽ ഫസ്റ്റ് അയണൈസേഷൻ ഊർജത്തിന്റെ ശരിയായ ക്രമം കണ്ടെത്തുക. ഏതൊക്കെയാണ് സ്പീഷീസുകളുടെ ഓർഡർ എന്ന് നോക്കിക്കേ. പൊട്ടാസ്യം, സോഡിയം, ലിഥിയം, ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ജെർമേനിയം, സിലിക്കൺ, കാർബൺ. ഈ 3 പേരുടെ ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് അയണൈസേഷൻ ഊർജത്തിന്റെ കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ക്രമം കണ്ടെത്താനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞ ചോദ്യമായാലും ഈ ഒരു ചോദ്യമായാലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ കെമിസ്ട്രി ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട് ഒരു ധാരണയുണ്ട്. അത്യാവശ്യം അറ്റോമിക് നമ്പേഴ്സും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസും ഒക്കെ അറിയാം. പക്ഷേ ഫിസിക്സ് ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആദ്യത്തെ 10 എലമെന്റ്സിൻ്റെ വരെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ കൂടുതലായിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു ധാരണ ഇല്ലായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 20 വരെയുള്ള അറ്റോമിക് നമ്പേഴ്സ് എലമെൻസും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ആ ഒരു 21 to 30 വരെയുള്ളതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഓരോ എലമെൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം ലിഥിയം അല്ലെങ്കിൽ ബെർലിയം ഓരോന്ന് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ താഴോട്ട് വരുന്ന 2-3 ആളുകളുടെ പേരെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചു. ഇപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ, സൾഫർ, സെലിനിയം എന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ്റെ താഴെ സൾഫർ ആണ്. ഇപ്പം നൈട്രജൻ ആണെങ്കിൽ നൈട്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ്റെ തൊട്ട് താഴെ ഫോസ്ഫറസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൂടെ ജസ്റ്റ് ഒന്ന് ഓരോ എലമെൻറ്റ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ താഴോട്ട് വരുന്ന ഒരു 3 പേരുടെ പേരെങ്കിലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അങ്ങനെ ഓരോന്നിൻ്റെയും താഴോട്ട് വരുന്ന ഒരു 3 പേരുടെ പേരെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എങ്കിലും മാത്രമേ ഇതുപോലെയുള്ള ആളുകളുടെ രീതിയിലുള്ള അല്ലെ ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പീരിയോഡിക് ടേബിൾ നമ്മുടെ മനസ്സിലോട്ട് വന്നെങ്കിലും മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. നമുക്ക് ചിലപ്പോൾ കൺസെപ്റ്റ് അറിയായിരിക്കും, പക്ഷേ പീരിയോഡിക് ടേബിളിൽ ഈ ആറ്റത്തുകളുടെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ പോലും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. അപ്പം
ഫസ്റ്റ് അയണൈസേഷൻ എനർജിയുടെ ശരിയായിട്ടുള്ള ക്രമമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? It is the amount of energy required to remove an electron from the valence shell of a gaseous atom. Isolated gaseous atom. ഒരു ആറ്റത്തിൻ്റെ ഓക്കെ, ഈ ആറ്റത്തിൽ ഇന്നർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഈ ഇലക്ട്രോണിനെ എനിക്ക് നീക്കം ചെയ്യണം എന്ന് കരുതുക. ഓക്കെ, എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഈ ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ എനിക്ക് എന്തുമാത്രം എനർജി ആവശ്യമായിട്ട് വരുന്നോ അതിനെയാണ് എന്തെന്ന് വിളിക്കുക ഞാൻ? അയോണൈസേഷൻ എനർജി എന്ന് വിളിക്കുക. കേട്ടോ? അപ്പം ഫസ്റ്റ് അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏറ്റവും വെളിയിലുള്ള ആദ്യത്തെ ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി ഫസ്റ്റ് അയണൈസേഷൻ എനർജി, രണ്ടാമത്തെ ഇലക്ട്രോണിനെ നീക്കം ചെയ്യാനുള്ള എനർജി സെക്കൻഡ് അയണൈസേഷൻ എനർജി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് അയണൈസേഷൻ എനർജിയുടെ കാര്യമാണ്. ഓക്കെ, ഫസ്റ്റ് അയണൈസേഷൻ എനർജിയുടെ കാര്യമാണ്. അപ്പോൾ എന്താണ്? ഈ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഈ ഒരു ഇലക്ട്രോണെ നീക്കം ചെയ്യാൻ എനിക്ക് എന്തുമാത്രം എനർജി ആവശ്യമായിട്ട് വരുന്നോ അതിനെയാണ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഞാൻ 2 ആറ്റംസ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇവരുടെ വാലൻസ് ഷെല്ല് 2 ഇലക്ട്രോൺ ഉണ്ട്. ഇവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ല് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലും 2 ഇലക്ട്രോൺ ഉണ്ട്. നോക്കിക്കേ, ഇവിടെ ഒരാളുടെ സൈസ് തീരെ ചെറുതാണ്, അടുത്ത ആറ്റത്തിൻ്റെ സൈസ് അത്യാവശ്യം വലിയ സൈസാണ്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ സൈസുള്ള ആളുടെ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തിരിക്കുകയാണ് ഈ വെളിയിലുള്ള ഇലക്ട്രോൺസ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയസ് ശക്തിയായിട്ട് ഈ ഇലക്ട്രോൺസിനെ എല്ലാം അതിൻ്റെ അടുത്തോട്ട് ചേർത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ വലിയ സൈസ് ആകുമ്പോൾ എന്താണ്? ന്യൂക്ലിയസ് ഇവിടെ കിടക്കുകയാണ്, ഈ വാലൻസ് ഷെല്ല് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ന്യൂക്ലിയസും വാലൻസ് ഷെല്ലും തമ്മിലുള്ള ദൂരം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ന്യൂക്ലിയസ് ആണ്, എനിക്ക് ആ വെളിയിൽ കിടക്കുന്നുള്ളവരെ നല്ല ശക്തിയിൽ എൻ്റെ അടുത്തോട്ട് ചേർത്ത് വെക്കാനായിട്ട് പറ്റുമോ? അത്രത്തോളം ഇവരെ പോലെ അത്ര ശക്തിയിൽ നമുക്ക് പിടിച്ചു വെക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പം ചെറിയ സൈസുള്ള ആറ്റംസിലാണ് ന്യൂക്ലിയസ് വാലൻസ് ഷെല്ലുള്ള ഇലക്ട്രോൺസിനെ അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ അത്യാവശ്യം വലിയ സൈസുള്ള സ്പീഷീസ് ആകുമ്പോൾ ന്യൂക്ലിയസ് ഈ വാലൻസ് ഷെല്ലുള്ള ഇലക്ട്രോൺസിനെ അത്രത്തോളം അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന 2 ആറ്റംസിലോട്ട് ഞാൻ ഒരു അയണൈസേഷൻ എനർജിയുമായിട്ട് പോവുകയാണ്. ഈ ഇലക്ട്രോണിനെ എനിക്ക് നീക്കം ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഈ ഇലക്ട്രോണിനെ എടുക്കാൻ ചെന്നു. അപ്പം ഈ ഇലക്ട്രോണിനെ ഞാൻ അങ്ങോട്ട് എടുക്കാൻ ചെന്ന സമയത്ത് ഈ ന്യൂക്ലിയസ് ഇയാളെ നല്ല രീതിയിൽ പിടിച്ചു നിർത്തിയേക്കുക. അപ്പം ഞാൻ ചെന്നൊരു ഇച്ചിരി എനർജി കൊടുത്താൽ ഇയാൾ എൻ്റെ കൂടെ ഇങ്ങ് വരുമോ? ഇല്ല. ഈ വാലൻസ് ഷെല്ലുള്ള ഇലക്ട്രോൺ എൻ്റെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിലുള്ള ഒരു എനർജി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഈ ഇലക്ട്രോൺസിനെ എനിക്ക് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? പക്ഷേ ഈ ഒരു കേസിൽ നോക്കിക്കേ, ഇവിടെ ഈ ന്യൂക്ലിയസും ഈ വാലൻസിലുള്ള ഇലക്ട്രോൺസും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയസ് അത്രത്തോളം ശക്തിയിൽ ഈ വെളിയിലുള്ള ഇലക്ട്രോണെ അതിനോട് ചേർത്ത് പിടിച്ച് വെച്ചിട്ടില്ല. അപ്പം ഞാൻ പോയിട്ട് കുറച്ച് എനർജി കൊടുത്തിട്ട് ഇയാളെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇവിടെ എനിക്ക് അപ്ലൈ ചെയ്ത അത്രയും എനർജി എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുമോ? ഇല്ല. കാരണം ഇവിടെ ന്യൂക്ലിയസ് അത്രത്തോളം ഇയാളെ പിടിച്ചു വെച്ചിട്ടില്ല. അപ്പം ഞാൻ പോയി കുറച്ചൊരു എനർജി കൊടുത്താൽ തന്നെ ഈ ഇലക്ട്രോൺ എൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നുള്ളൂ. അപ്പം ഇവിടെ ഞാൻ അയണൈസേഷൻ എനർജി ധാരാളം കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇവിടെ ഞാൻ അയണൈസേഷൻ എനർജി കുറവാണ് കൊടുക്കേണ്ടി വന്നത്, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് ദി ആറ്റവും അയണൈസേഷൻ എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ചെറിയ സൈസ് ആവുമ്പം അയണൈസേഷൻ എനർജി കൂടുതലാണ്, ആൻഡ് വലിയ സൈസ് ആവുമ്പം അയണൈസേഷൻ എനർജി കുറവാണ്. ഓക്കെ, അപ്പോൾ സൈസും അയണൈസേഷൻ എനർജിയും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായല്ലോ? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. സൈസ് കുറയുമ്പോൾ അയണൈസേഷൻ എനർജി കൂടുന്നു, സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജി കുറയുന്നു. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഇനി എലോങ് ദി ഗ്രൂപ്പും എലോങ് ദ പീരീഡും സൈസിന് എന്ത് സംഭവിക്കുന്നു? ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പം സൈസ് കുറഞ്ഞു വരുന്നു, ആൻഡ് ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം പോകുന്നതിനനുസരിച്ചിട്ട് സൈസ് കൂടി വരികയാണ്, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ സൈസ് കൂടി വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അയണൈസേഷൻ എനർജി കുറഞ്ഞു വരുന്നു എന്ന്. ഇങ്ങോട്ട് പോകുമ്പോൾ സൈസ് കുറഞ്ഞു വരികയാണ്, അതുകൊണ്ട് നമുക്ക് പറയാം അയണൈസേഷൻ എനർജി കൂടി വരികയാണ് എന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ അയണൈസേഷൻ എനർജി കൂടും, ആൻഡ് ടോപ്പ് ടു ബോട്ടം ഇങ്ങോട്ട് വരുമ്പോൾ അയണൈസേഷൻ എനർജി കുറയും. ഇനി നമുക്ക് ഓരോരുത്തരെയും നോക്കാം. ഇവിടെ നോക്കിക്കേ, ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം. നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്താൽ ലിഥിയത്തിന്റെ തൊട്ട താഴെ വരുന്നതാണ് ലിഥിയം, സോഡിയം,
സോഡിയം പൊട്ടാസ്യം, അതിൻ്റെ താഴെ പൊട്ടാസ്യം വരുന്നു. അപ്പോൾ നോക്കിക്കേ, താഴോട്ട് വരികയാണ്. സൈസിന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുവാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ലിഥിയത്തിനായിരിക്കും അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ, ദെൻ സോഡിയം, ദെൻ ഏറ്റവും കുറവായിരിക്കും പൊട്ടാസ്യത്തിന്, അല്ലേ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം താഴോട്ട് വരുന്നവരാണ്. താഴോട്ട് വരുമ്പോൾ സൈസിന് എന്ത് ചെയ്യാണ്? സൈസ് കൂടുകയാണ്. സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജിക്ക് എന്ത് സംഭവിക്കുകയാണ്? കുറയുകയാണ്. അതായത് ലിഥിയത്തിന് അയണൈസേഷൻ എനർജി കൂടുതൽ, ദെൻ അതിനെക്കാട്ടിൽ കുറവാണ് സോഡിയം, ആൻഡ് അതിനെക്കാട്ടിൽ കുറവാണ് പൊട്ടാസ്യം. കറക്റ്റ് ആണോ ഓർഡർ? അല്ല. ഇവർ കൊടുത്തേക്കുന്ന പൊട്ടാസ്യത്തിന് ഏറ്റവും കൂടുതലും ലിഥിയത്തിന് ഏറ്റവും കുറവും. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് ബെർലിയം. ബെർലിയത്തിന്റെ താഴെ വരുന്നതാണ് മഗ്നീഷ്യം, മഗ്നീഷ്യത്തിന്റെ താഴെ വരുന്നതാണ് കാൽഷ്യം. ഓക്കെ, അപ്പോൾ ബെർലിയത്തിനാണ് ഏറ്റവും ചെറിയ സൈസ്, അതിനെക്കാട്ടിലാണ് മഗ്നീഷ്യം, അതിനെക്കാട്ടിലാണ് കാൽഷ്യം. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ സൈസ് ഉള്ള ആൾക്കായിരിക്കും അയണൈസേഷൻ എനർജി കൂടുതൽ. അപ്പോൾ ബെർലിയത്തിനായിരിക്കും അയണൈസേഷൻ എനർജി കൂടുതൽ, ദെൻ മഗ്നീഷ്യം, ആൻഡ് ഏറ്റവും കുറവായിരിക്കും ആർക്ക്? കാൽഷ്യത്തിന്. ആ ഓർഡർ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത് കറക്റ്റാണ്. അടുത്തത് ബോറോൺ, കാർബൺ, നൈട്രജൻ. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ബോറോൺ കഴിഞ്ഞ് വരുന്നതാണ് കാർബൺ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, അഞ്ചാമത്തത് ബോറോൺ, 6 കാർബൺ, 7 നൈട്രജൻ. അപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ബോറോൺ, കാർബൺ, നൈട്രജൻ പോകുന്നത്. അപ്പോൾ ഇയാളുടെ സൈസ് വലുത്, ഇയാളുടേത് ചെറുത്, ഇയാളുടെ അതിനെക്കാട്ടി ചെറുത്. അതായത് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ആർക്ക് വേണം? നൈട്രജന്. ആൻഡ് ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ബോറോൺ. അപ്പോൾ ഇവരുടെ ഓർഡർ എങ്ങനെ കിട്ടി? ബോറോൺ, കാർബൺ, നൈട്രജൻ. അങ്ങനെയാണോ കൊടുത്തേക്കുന്നത്? ഇവരിതാ ബോറോണിന് ഏറ്റവും കൂടുതൽ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും റോങ്. അടുത്ത ജർമേനിയം, സിലിക്കൺ, കാർബൺ. നോക്കാം. കാർബണിന്റെ താഴെ വരുന്ന ആളാണ് സിലിക്കൺ, സിലിക്കണിന്റെ താഴെ വരുന്ന ആളാണ് ജർമേനിയം. അതാണ് ഞാൻ പറഞ്ഞത്, പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. ഓരോ എലമെന്റിന്റെയും താഴോട്ട് ആരൊക്കെയാണ് വരുന്നത്, ലെഫ്റ്റിലോട്ട് ആരൊക്കെയാണ് വരുന്നത് എന്ന് 3 പേരുടെ പേര് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ കാർബണിന്റെ താഴെ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അങ്ങനെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അങ്ങനെ 3 പേരുടെയെങ്കിലും താഴോട്ടുള്ളതൊന്ന് നോക്കി വെച്ചേക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, കാർബൺ, സിലിക്കൺ, ജർമേനിയം താഴോട്ട് വരുമ്പോൾ സൈസ് കൂടി വരികയാണ്. അപ്പോൾ ഏറ്റവും സൈസ് കുറഞ്ഞത് കാർബൺ, കാർബണിനായിരിക്കും അപ്പോൾ ഏറ്റവും അയണൈസേഷൻ എനർജി കൂടുതൽ, ദെൻ സിലിക്കൺ, ദെൻ ജർമേനിയം ഏറ്റവും കുറവ്. പക്ഷെ ഇവർ കൊടുത്തേക്കുന്നത് എന്താ? ജർമേനിയത്തിന് ഏറ്റവും കൂടുതലാണ് എന്നുള്ള രീതി. അപ്പം അതും തെറ്റാണ്. അപ്പം നമ്മൾ പഠിച്ച തിയറി പ്രകാരം ആർക്കാണ് അയണൈസേഷൻ എനർജിയുടെ അല്ലെങ്കിൽ അയണൈസേഷൻ എനർജിയുടെ ഓർഡർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പെയർ ആരാണ്? ഓപ്ഷൻ ബി, ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം എന്നേ ഉള്ളൂ. ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം താഴോട്ട് വരുവാണ്, സൈസ് കൂടി വരികയാണ്. സോ അയണൈസേഷൻ എനർജി കുറഞ്ഞു വരികയാണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഓപ്ഷൻ ബി. ഓക്കെ ആണേ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. The method of electrolytic refining is not suitable for the extraction of. അതായത് തന്നിരിക്കുന്നതിൽ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് വഴി ശുദ്ധീകരിക്കാൻ കഴിയാത്ത മൂലകം ഏതാണ്? അലൂമിനിയം ആണോ, കോപ്പർ ആണോ, മെർക്കുറി ആണോ, സിൽവർ ആണോ? ഇതിൽ ഈ 4 പേരിൽ നമുക്ക് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് വഴി ശുദ്ധീകരിക്കാൻ സാധിക്കാത്ത മൂലകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം. The electrolytic refining is the process of refining a metal by the electrolysis of a solution of salt of a metal using a small piece of pure metal as the negative electrode and the impure metal as the positive electrode, and copper can be refined by this method. അപ്പോൾ ആദ്യം ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്താണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്? നമ്മൾ മെറ്റൽസിൻ്റെ ഇലക്ട്രോളിസിസ്, നമുക്ക് ഇപ്പം നമ്മൾ പലതരത്തിലുള്ള മെറ്റൽസ് നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് പല മിനറൽസിൻ്റെ ഓട്സിൻ്റെ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ മിനറൽസിൽ നിന്നും ഓട്സിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഈ മെറ്റൽസ് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതിനകത്ത് പലതരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം നീക്കം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവരെല്ലാം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പലതരത്തിലുള്ള റിഫൈനിങ് പ്രോസസ്സുകളിലൂടെ കടത്തിവിട്ട ശേഷമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള കോപ്പർ ആയിക്കോട്ടെ, അലൂമിനിയം ആയിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ എല്ലാം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിഫൈനിങ് പ്രോസസ്സാണ് എന്ത്? ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. നമ്മുടെ മെറ്റൽസിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിഫൈനിങ് പ്രോസസ്സാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലക്ട്രോളിസിസ് വഴിയാണ് ഇവിടെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ റിഫൈനിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോളിസിസ് വഴി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് കാണും?
ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ കാണും, ഒരു ആനോഡ് കാണും, ഒരു കാത്തോഡ് കാണും അല്ലേ, എങ്കിൽ മാത്രമല്ലേ ഇലക്ട്രോളിസിസ് നടത്താൻ പറ്റുള്ളൂ. ഇതും സാധാരണ എക്സാംസിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഈ പറയുന്ന പോയിന്റ്സിൽ വരുന്ന പോയിന്റ്സും കൂടെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നോക്കിക്കേ, നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിനകത്ത് നമുക്ക് ഏത് മെറ്റലാണ്, ഇപ്പം എനിക്ക് കോപ്പറാണ് പ്യൂരിഫൈ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു പ്യുവർ ഫോം ഓഫ് കോപ്പർ എടുക്കുക, ഒരു പ്യുവർ പീസ് ഓഫ് കോപ്പർ ഓൾറെഡി പ്യൂരിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്യുവർ പീസ് ഓഫ് കോപ്പർ എടുക്കുക. ആ പ്യുവർ പീസ് ഓഫ് കോപ്പർ ആയിരിക്കും ഞാൻ അവിടെ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിനകത്ത് എപ്പോഴും നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്താണ്? പ്യുവർ മെറ്റൽ, ശുദ്ധമായ ലോഹത്തിനെ വേണം എന്തായിട്ട് ഉപയോഗിക്കാൻ? നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ആരെ യൂസ് ചെയ്യണം? നമുക്ക് ശുദ്ധീകരിക്കേണ്ട ലോഹത്തിനെ ഇംപ്യുവർ മെറ്റലിനെ വേണം എന്തായിട്ട് യൂസ് ചെയ്യാൻ? പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട്. തിരിഞ്ഞു പോവരുതേ, ശുദ്ധമായ ലോഹത്തിനെ അല്ലെങ്കിൽ പ്യുവർ മെറ്റലിനെയാണ് നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇംപ്യുവർ മെറ്റൽ അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് കലർന്ന ലോഹത്തിനെ വേണം നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യാൻ. അത് സാധാരണ ചോദിക്കുന്നതാണ്, തിരിഞ്ഞു പോവാതെ ഓർത്ത് വെച്ചിരിക്കണം. എവിടെയാണ് പോസിറ്റീവിലാണോ നെഗറ്റീവിലാണോ പ്യുവർ ആൻഡ് ഇംപ്യുവർ മെറ്റൽസിനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ദെൻ കോപ്പറിനെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് മെത്തേഡ് വഴി നമ്മൾ പ്യൂരിഫൈ ചെയ്ത് എടുക്കാറുള്ളത്. The vapor phase refining is a type of refining process in which the metal should form a volatile compound in the presence of a reagent and it should be easily decomposed to recover the metal. And metals like nickel, zirconium and titanium are refined using this method. ഇനി ഒന്നാമത്തെ ഒരു റിഫൈനിങ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇനി രണ്ടാമത് യൂസ് ചെയ്യുന്ന മറ്റൊരു തരത്തിലുള്ള റിഫൈനിങ് പ്രോസസ്സാണ്, പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേപ്പർ ഫേസ് റിഫൈനിങ്ങിനകത്ത് നമ്മൾ കോമ്പൗണ്ട്സിനെ ഒരു വോളറ്റൈൽ ഫോമിലോട്ട് മാറ്റുന്നു. അതിനുശേഷം അതിനകത്ത് നിന്നുള്ള ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം നീക്കം ചെയ്ത് വീണ്ടും അതിനെ നമ്മൾ മെറ്റാലിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചേക്കേണ്ടത് ഏതൊക്കെയാണ് മേജർ ടൈപ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്, അതിൽ ഓരോ മെത്തേഡിലും ഏതൊക്കെ മെറ്റൽസിനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോപ്പറാണ്. കോപ്പറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വേപ്പർ ഫേസ് റിഫൈനിങ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നിക്കല്, സിർക്കോണിയം, ടൈറ്റാനിയം, ഈ മൂന്ന് ആളുകളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വേപ്പർ ഫേസ് റിഫൈനിങ്. നോട്ട് ചെയ്ത് വെച്ചേക്ക്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. വേപ്പർ ഫേസ് റിഫൈനിങ് യൂസ് ചെയ്യുന്നത് നിക്കല്, സിർക്കോണിയം ആൻഡ് ടൈറ്റാനിയം, ഈ മൂന്ന് പേരുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വേപ്പർ ഫേസ് റിഫൈനിങ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ആൻഡ് മോൺസ് പ്രോസസ്സ് കുറേ പ്രാവശ്യം പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. മോൺസ് പ്രോസസ്സ് നിക്കലിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോൺസ് പ്രോസസ്സ്. ആൻഡ് വാൻ ആർക്കൽ മെത്തേഡ്, ഇതും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സിർക്കോണിയത്തിൻ്റെയും ടൈറ്റാനിയത്തിൻ്റെയും പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വാൻ ആർക്കൽ മെത്തേഡ്. അപ്പോൾ ഈ 4 എണ്ണം ഓർത്ത് വെച്ചേക്കുക. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് മെയിൻലി യൂസ് ചെയ്യുന്നത് കോപ്പറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, വേപ്പർ ഫേസ് റിഫൈനിങ് യൂസ് ചെയ്യുന്നത് നിക്കല്, സിർക്കോണിയം ആൻഡ് ടൈറ്റാനിയം, ദെൻ മോൺസ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് നിക്കല് ആൻഡ് വാൻ ആർക്കൽ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് സിർക്കോണിയം ആൻഡ് ടൈറ്റാനിയം. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എവിടെയാണ് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ അതിന്റെ റീസൺ ഒന്ന് നോക്കിക്കേ. The method of electrolyte refining is not suitable for the extraction of mercury because mercury is in the liquid state at a room temperature, so it is quite difficult to make electrode of it to extract mercury from its solution, and it is used for metals like copper, silver, nickel, aluminum, zinc, etc. which are solid and can be used to make electrodes. നമ്മൾ പറഞ്ഞു ഇവിടെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിൽ നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടും നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടും യൂസ് ചെയ്യുന്നത് പ്യുവർ മെറ്റലും ഇംപ്യുവർ മെറ്റലിൻ്റെയും പീസസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ കൊടുത്തിട്ടുള്ള 4 പേരിൽ അലൂമിനിയം, കോപ്പറും സിൽവറും ഒഴികെ മെർക്കുറി നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി ലിക്വിഡ് സ്റ്റേറ്റിലാണ് റൂം ടെമ്പറേച്ചറിൽ നിൽക്കുന്നത്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരാളെ നമുക്ക് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അലൂമിനിയം ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, മെറ്റൽ സ്റ്റേറ്റിൽ നമുക്ക് അവരുടെ ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവരെ 3 പേരെയും, അലൂമിനിയത്തിനെയും കോപ്പറിനെയും സിൽവറിനെയും സോളിഡ് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ നമുക്ക് അവരെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ മെർക്കുറി റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് മെർക്കുറിയെ ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? തന്നിട്ടുള്ളതിൽ ഏതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്തത് എന്നാണ് ചോദ്യം. മെർക്കുറിയാണ് സാധിക്കാത്തത്. അപ്പോൾ റീസൺ ഇതാണ്, മെർക്കുറി ലിക്വിഡ് സ്റ്റേറ്റിലായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞ മോൺസ് പ്രോസസ് ആയിക്കോട്ടെ, വാൻ ആർക്കൽ മെത്തേഡ് ആയിക്കോട്ടെ, വേപ്പർ ഫേസ് റിഫൈനിങ് ആയിക്കോട്ടെ, അവിടെ 3 എടുത്തും
നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റൽസ് ഏതാണ് എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കി വെച്ചേക്കുക. കുറേ പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്